ഡോക്ടർ മാത്യു കുഴൽനാടൻ 10 മിനിറ്റ്. സാർ, ഇത് ഇല്ലാത്തൊരു കേസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രതിപക്ഷം ഇന്നിപ്പോൾ ഇവിടെ ഒരു ക്രമപ്രശ്നമായിട്ട് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ, ഈ ടാക്സ് ലോയുടെ ഒരു ബേസിക്സിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ടാക്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിട്രോസ്പെക്റ്റീവായി ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നെങ്കിൽ അത് ലീഗലി ഒബ്ജക്ഷബിൾ ആയിരുന്നു. പക്ഷേ പ്രോസ്പെക്റ്റീവായി ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിൽ ലീഗലായിട്ട് യാതൊരു തെറ്റുമില്ല. ഇപ്പോൾ ഇവിടെ ഈ സെക്ഷൻ 1(2)(1) പറഞ്ഞിട്ടുള്ളത്, ഈ സെക്ഷൻ 3 and 5 ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിൻറ്റ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ സഭയ്ക്ക് നൽകിയ ഒരു ഉറപ്പ്, അതായത് അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രൊവിഷനാണ്. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ലോ ആൽക്കഹോളിക് ബിവറേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ടാക്സ് ലാബ്. പക്ഷേ അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് അത് വേണമോ വേണ്ടോ എന്ന് ഈ സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുന്ന മുറയ്ക്കാണ് അതിനെ സംബന്ധിച്ചുള്ള അത് വിൽക്കാനുള്ള അനുമതി ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഈ ഒരു പ്രൊവിഷൻ ഇതിൻ്റെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർ ഈ മദ്യ ലോബികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നം നടത്തിയതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സെക്ഷൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇനി അടുത്ത ദിവസം തന്നെ മദ്യ കമ്പനികൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. അതായത് ഒരു നിയമം, ഒരു ടാക്സ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ടാക്സ് ഉണ്ട്, വി ആർ വില്ലിംഗ് ടു പേ ദ ടാക്സ്, വി വോണ്ട് ടു സെൽ ദ ഐറ്റം എന്ന് പറഞ്ഞാൽ കോടതി ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ അനുവദിക്കാത്തതെന്ന് ചോദിക്കും. പിന്നെ അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു കോടതി വ്യവഹാരത്തിലൂടെ വേണമെങ്കിൽ മദ്യക്കമ്പനികൾക്ക് മദ്യം വിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാം. ആ ഒരു അവസരം നഷ്ടപ്പെട്ടതിലുള്ള ഖിന്നതയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നെങ്കിൽ അറ്റ് എനി ടൈം, ഏത് സമയത്തും അവർക്ക് വിൽപ്പനയ്ക്കുള്ളൊരു പരിശ്രമം നടത്താമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി അവർ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് എത്താത്തതുകൊണ്ട് ഈ നിലയിലുള്ള ഒരു സംഭവം നടത്തിയെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫിനാൻസ് ബിൽ അടക്കമിലേക്ക് നമ്മൾ വരുമ്പോൾ കേരളത്തിൽ പൊതുവെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള അന്തരീക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഇവർ പറഞ്ഞു എല്ലാം വളരെ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും, കാര്യങ്ങൾ മാറ്റും. ക്രിയാത്മക പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിൽ അവരാദ്യം മാറ്റം വരുത്തേണ്ട അവരുടെ കാഴ്ചപ്പാടിലാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ എക്കണോമിക് പോളിസി വിമർശിക്കുന്ന രീതിയിൽ 1-2 സജഷൻസ് നടത്തുന്നത് ശ്രദ്ധിച്ചു. ഇപ്പം നമ്മൾ കേരളം എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് 5,07,000 കോടി രൂപയുടെ ബാധ്യത നിലവിലുണ്ട്. അതിനുശേഷം നമുക്കുള്ള വരുമാനത്തിൻ്റെ 77% നമുക്ക് സാലറിയും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾക്കായി കൊടുക്കേണ്ട സ്ഥിതിയുണ്ട്. പിന്നെ വളരെ ലിമിറ്റഡ് വിൻഡോയാണ് ഒരു സർക്കാരിന് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളത്. അപ്പോൾ ഇനി ഈ കാലം മാറി വന്ന് ഇനി സർക്കാരിന് പൈസ ഉണ്ടായി കഴിഞ്ഞിട്ട് വികസനം കൊണ്ടുവരാമെന്ന് ചിന്തിച്ചാൽ നമ്മുടെ കാലം മുഴുവൻ കഴിഞ്ഞു, നമ്മുടെ ആയുസ്സിൽ തന്നെ നടന്നോളുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബഡ്ജറ്റിലുള്ള ഒരു ദിശാസൂചിക പോലെ സബ്സ്റ്റാൻഷ്യൽ പോളിസി ചേഞ്ച് നമുക്ക് കേരളത്തിന് ആവശ്യമാണ്. പണം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർഗമുള്ളൂ. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധിവരെ അതൊരു പരിധിവരെ കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ UDFലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് സാർ. കാരണം ഇതെന്തോ നമ്മൾ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് കേട്ടാൽ, സ്വകാര്യവൽക്കരണം എന്ന് കേട്ടാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിയോ ലിബറലിസത്തെക്കുറിച്ച് വലിയൊരു ക്ലാസ് ഒരു പ്രതിപക്ഷ അംഗം ഇവിടെ പറഞ്ഞ് നമ്മൾ കേട്ടാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അദ്ദേഹം സമ്മതിച്ചില്ല. അതായത് ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയ അച്ചീവ്മെൻ്റായി അദ്ദേഹം പറഞ്ഞിരുന്നത് മസാല ബോണ്ട് വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് 2,150 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സാർ, ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അതായത് ക്യാപിറ്റൽ ലിബറലൈസേഷൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അതായത് ഇൻ്റർനാഷണൽ ക്യാപിറ്റലിനെ ഇന്ത്യ രാജ്യത്തിന് പുറത്തുണ്ടായിരുന്ന ഒരു ക്യാപിറ്റൽ ഗവൺമെൻറ് ഗ്യാരണ്ടി കൊടുത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവന്ന പ്രക്രിയയാണ്. എന്നിട്ടാണ് അവർ നിയോ ലിബറലിസത്തിനെതിരെ നമ്മളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരുടെ മൈൻഡ് സെറ്റ് മാറാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏത് കാര്യത്തെ തൊട്ടാലും ഇതുപോലുള്ള കാലാകാലങ്ങളായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാണ്
നമ്മുടെ എല്ലാ സാധ്യതകളും ഇവർ നശിപ്പിച്ചു കളഞ്ഞത്. ആദ്യമേ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായി. ഇന്നിപ്പോൾ നമ്മുടെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നം ചെറുപ്പക്കാരുടെ വലിയ പാലായനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ള വിദ്യാർത്ഥികളെല്ലാം പോകുന്നു. കാരണം ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല സർ. കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ്? സർക്കാരിൻ്റെ ഇത്രയും സംവിധാനം, ഇത്രയും പഴയ കോളേജുകൾ ഇവിടെയുണ്ട്, ഇത്രയും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ PSC വഴി റിക്രൂട്ട് ചെയ്യുന്ന സംവിധാനമുണ്ട്, ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്, ഏറ്റവും മികച്ച സൗകര്യങ്ങളും മറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടോ? ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെ കോളേജുകൾ നമ്മൾ പരിശോധിച്ചാൽ മതി. അതെല്ലാം ഈ സ്വയാശ്രയ കോളേജുകളായിട്ടും അല്ലാതെ എയ്ഡഡ് കോളേജുകളായിട്ടും ഒക്കെ വന്നവർ അവരുടെ കോമ്പിറ്റൻസിയും എഫിഷ്യൻസിയും നിലനിർത്തി. അത് ഏത് കോളേജുകളാണെങ്കിലും, അതിപ്പോൾ നമ്മൾ മഹാരാജ് ഇവിടെ നമ്മൾ മാറിമാനസ് നോക്കിയാലും രാജഗിരി നോക്കിയാലും അല്ലെങ്കിൽ MESൻ്റെ കോളേജിലെ TKM നോക്കിയാലും ഏത് കോളേജ് നോക്കിയാലും അതുപോലത്തെ കോളേജുകൾക്കാണ് റാങ്കിങ് ഉള്ളൂ. ഞങ്ങളുടെ നാട്ടിലെ MA കോളേജിന്, നിർമ്മല കോളേജിന് ഒക്കെ നാക്കിൽ വലിയ റാങ്കിങ് ആണ്. അതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇവിടെ ഏതെങ്കിലും നിലയിൽ നമ്മളൊരു സ്വകാര്യ പങ്കാളിത്തത്തെക്കുറിച്ച് ആലോചിക്കും, അപ്പം തന്നെ അതിനെതിരെ വലിയ കൊടിയും പടയെടുത്ത് ഇറങ്ങുന്ന ഒരു സ്ഥിതി, ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഇവർ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ഞാൻ ഇവിടെ ബഹുമാനായ മന്ത്രിമാർ പലരും ഇവിടെ ഇല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആക്ച്വലി നമ്മൾ ഓൾറെഡി ഉള്ള സ്ട്രെങ്ത്, കേരളത്തിന് നിലവിൽ നമ്മൾ ഉള്ള സ്ട്രെങ്തിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന നടപടികൾ ഉണ്ടാവാതെയാണ് നമ്മൾ പലതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രി തന്നെ പല പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ഞാനിപ്പോൾ നമ്മൾ കാർഷിക മേഖലയെ വളരെ സീരിയസ് ആയി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അവഗണന എന്തുമാത്രം വലുതാണ് നമുക്ക് കാണാൻ കഴിയും. കാരണം ഞാൻ വരുന്നത് ഇപ്പോൾ മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്ത് അങ്ങനെയൊക്കെ അറിയാം, ഞങ്ങളുടെ അവിടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉത്തേജനം നൽകിയ അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകിയ അല്ലെങ്കിൽ അതിന് സ്ട്രെങ്ത് നൽകിയ ഒരു നടപടി എന്ന് പറയുന്നത് MVP PVIP കനാലുകളായിരുന്നു. ആ കനാലുകൾ ആ കാലത്തുണ്ടാക്കിയത് കൊണ്ട് നമുക്കുള്ള ഒരു റിസോഴ്സ് അല്ലെങ്കിൽ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കർഷകന് എത്തിക്കാനും കഴിഞ്ഞു. പക്ഷേ ഇന്ന് MVP PVIP കനാലുകളുടെ അവസ്ഥ ദയനീയമാണ് സർ. ഈ കനാലിൻ്റെ ബെഡിൽ, ഈ കനാലിൻ്റെ സൈഡിൽ, ഞാൻ അതിശയോക്തി കലർത്തി പറയുന്നതല്ല, 40 ഇഞ്ച് 50 ഇഞ്ച് വണ്ണമുള്ള തടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുക. കാരണം കാലങ്ങളായിട്ട് അതിന് മെയിൻ്റനൻസ് ഇല്ല, അതിൻ്റെ പരിപാടി അവസാനിച്ചു. കാരണം അതുപോലും കൊടുക്കാതെ, വെള്ളം അടിസ്ഥാനപരമായി കൊടുക്കേണ്ട വെള്ളം പോലും കൊടുക്കാതെ കർഷകനോട് പുതിയ ആശയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഉള്ളതിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു നടപടിയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. പിന്നെ ഞാൻ റെക്കോർഡിക്കലായിരുന്ന എന്തെങ്കിലും ഒരു സമയത്ത് നിയമസഭ പറയാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഞാൻ MLA ആയിട്ടിരിക്കുമ്പോൾ, ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കൃഷി വകുപ്പിനൊരു മെയിൽ അയച്ചു. അതായത് ഞാൻ ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ഭാഗത്ത് അന്ന് റബ്ബർ മാറ്റാൻ തീരുമാനിച്ചു. ഏറ്റവും ഐഡിയലായിട്ട് ഏത് വിള ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള അഡ്വൈസിന് വേണ്ടി, ഞാനിപ്പോൾ അഡ്വൈസ് കിട്ടുന്ന ഓർത്തല്ല, പക്ഷേ ഹൗ ദ റെസ്പോണ്ട്. ഞാനൊരു MLA ആയിട്ടിരുന്ന് അയച്ചിട്ട് എനിക്കൊരു പ്രതികരണവും നമ്മുടെ ഒരു തവണ വന്നവരും MLA വന്നിട്ട് സോയിലൊക്കെ പരിശോധിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നീട് ഒരു മറുപടിയോ ഒരു പ്രതികരണമോ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ഒരു കർഷകൻ ഒരു കൃഷി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ടും അതിനുള്ള മറ്റ് മാർക്കറ്റിംഗ് സപ്പോർട്ടും അടക്കം എല്ലാം കൊടുത്ത് അവർ വളരെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തദ്ദേശീയം നമുക്ക് എത്രയോ കാർഷിക സർവകലാശാല ഉണ്ടായിരുന്നു. നമുക്ക് ഈവൻ തെങ്ങിൻ്റെ കേരളത്തിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി പോലും കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ കഴിഞ്ഞു. ഓരോ സെക്ഷൻ നമ്മൾ പരിശോധിച്ച് അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതുവായ അന്തരീക്ഷം മാറുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതു ഇടത്തിലേക്ക് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ ഒരു അന്തരീക്ഷം മാറുന്നുണ്ട്. നമ്മുടെ റോഡിൽ സഞ്ചരിക്കുന്ന ഒരു മലയാളിക്ക് ടെൻഷനും സ്ട്രെസ്സും ഇല്ലാതെ ഒരു അരമണിക്കൂർ റോഡിൽ ചിലവഴിക്കാൻ കഴിയില്ല. ഒരു അരമണിക്കൂർ ശാന്തമായിട്ട് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മുടെ മലയാളികൾ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഗൾഫിൽ വണ്ടി ഓടിക്കുമ്പോൾ അവരെത്രയോ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അവർ ഇവിടെ നിർത്തും, അല്ലെങ്കിൽ അവർ പാർക്കിംഗ് സ്ലോട്ടിലെ പാർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ മാറി ഒതുങ്ങി നടക്കും, സ്പീഡ് ട്രാക്കിൽ കൂടെ സ്ലോയിൽ ഓടിക്കത്തില്ല, എല്ലാം വളരെ നമ്മുടെ ഇവിടെ വന്നാൽ ഒരു കയോസ് എന്ന് പറഞ്ഞാൽ റിയൽ കയോസാണ്. കാരണം അതിനൊക്കെ അങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് നന്നാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് വലിയ കോടിക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. അതിന് എൻഫോഴ്സ്മെൻറ്റ് അത്രമേൽ അഗ്രസീവ് ആക്കിയാൽ ആളുകളിൽ തന്നെ ആറ്റിറ്റ്യൂഡിലൊരു മാറ്റം ഉണ്ടാവും. ആളുകൾക്ക് അതുപോലെ ഇപ്പോൾ ഈ ജൻസി കുട്ടികൾ ആവശ്യപ്പെട്ടൊരു കാര്യം, അവരുടെ വാഹന മോഡിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻസ് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ദർ ആർ മെനി അതർ തിങ്സ് വിച്ച് വി ക്യാൻ ഡു. ഇവിടെ അവർക്ക് അവരുടെ ആസ്പിറേഷൻസിനെ മീറ്റ് ചെയ്യുന്ന ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇവിടെ ഓഫ് റോഡ് ട്രാക്ക് പെർമിസിബിൾ ആണോ? നിങ്ങളതിന് നിയമം കൊണ്ടുവരണം.
ഓഫ് റോഡ് ട്രാക്സിൽ വണ്ടി ഓടിക്കാനുള്ള നിയമം നിലവിലില്ല. എവിടെയെങ്കിലും ഒരു ഇവൻറ്റ് നടത്തി ഒരു കുഴപ്പമുണ്ടായി കഴിയുമ്പോൾ ആ നടത്തിയവനെയും ആ വണ്ടി ഓടിച്ചവനെയും എല്ലാം നിങ്ങൾ കേസിൽ പ്രതിയാക്കി നിങ്ങൾ ജയിലിലിടും. പക്ഷേ യു ആർ നോട്ട് മേക്കിംഗ് എ ലോ. നമ്മൾ നിയമം ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, കേരളത്തിലെ നമുക്ക് പ്രകൃതിരമണീയമായി നിൽക്കണം, അല്ലെങ്കിൽ അന്തരീക്ഷം നന്നായി നിൽക്കണം എന്നൊക്കെ പറയുന്നു. നമ്മളെപ്പോഴും ഒരു ഡാമേജ് ഉണ്ടായതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ആളാണ്. ഇപ്പം നമ്മളെ പൊല്യൂഷനെ സംബന്ധിച്ച് പല പല ആസ്പെക്ട്സ് നമ്മൾ ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമുക്കില്ലാത്തൊരു നിയമം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം, ഞങ്ങളുടെയൊക്കെ മേലെ പ്രത്യേകിച്ച് പ്ലൈവുഡ് കമ്പനികൾ വരും. ഇപ്പം നമുക്ക് നിലവിലുള്ള നിയമം എന്ന് വെച്ചാൽ, ഒരു പ്ലൈവുഡ് കമ്പനി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് വേണമെന്നുള്ള നിയമം നിലവിലുണ്ട്. ആ നിയമം വെച്ച് ഒരു പ്ലൈവുഡ് കമ്പനി വന്നു, അതിൻ്റെ തൊട്ട് ചേർന്ന് മറ്റൊരു പ്ലൈവുഡ് കമ്പനി വന്നു, മൂന്നാമത് ഓരം വന്നു, നാലാമത് ഓരം വന്നു. ക്ലസ്റ്റർ വന്നു കഴിയുമ്പോൾ അതിന് ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ട്. ബട്ട് ദർ ഇസ് നോ ലോ ടു അഡ്രസ് ദ ക്ലസ്റ്ററിങ് ഓഫ് ദിസ് പൊല്യൂഷൻ മേക്കിംഗ് ഇൻഡസ്ട്രീസ്. അതൊരു പ്രോബ്ലമാണ്. ഞാൻ നോക്കിയപ്പോൾ നിയമമില്ല. ഞാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാന്യ പിണറായി വിജയനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹം നിയമം ഉണ്ടാക്കാൻ തയ്യാറായി. പക്ഷേ ഇനി ഇതെന്തെങ്കിലും വലിയൊരു കുഴപ്പം വന്നു കഴിയുമ്പോൾ, ഒരു മേഖല മുഴുവൻ നശിച്ച് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ ആ നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ എവിടേക്കാണോ ലാക്കുണയുള്ളത്, എവിടേക്കാണോ കുറവുള്ളത്, അതിനെ കണ്ട് അഡ്രസ്സ് ചെയ്യാൻ പുതിയൊരു മന്ത്രിസഭയിലെ മന്ത്രിമാർ അവരുടെ ഓരോ വകുപ്പിലും ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തുതന്നെയായിരുന്നാലും ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഈ ബഡ്ജറ്റിന് പിന്നാലെ വന്ന ഈ ഫിനാൻസ് ബില്ലിനെതിരെ അവരുന്നയിച്ച ഒരു ക്രമപ്രശ്നമോ അല്ലെങ്കിൽ ആരോപണമോ നിലനിൽക്കുന്നതല്ല. നിയമസഭയിൽ പറഞ്ഞ ആ വാക്കിനോട് നീതി പുലർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സെക്ഷനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു. സാർ.